കോഴിക്കോട്ടേക്കാണ്. ഭർത്താവ് മൊഴി ചൊല്ലിയതിനെ തുടർന്ന് ഫറൂഖിൽ ഭർതൃഗൃഹത്തിൽ ഒരാഴ്ചയായി വരാന്തയിൽ കഴിയുന്ന യുവതിയെയും കുട്ടിയെയും കാണാൻ സാമൂഹിക പ്രവർത്തക VP സുഹറ എത്തി. കഴിഞ്ഞ ദിവസം സുഹറ എത്തിയപ്പോൾ നാട്ടുകാരിൽ ചിലർ തടഞ്ഞിരുന്നു. യുവതിയെയും കുട്ടിയെയും അകത്ത് കയറ്റാനുള്ള നീക്കമുണ്ടായേക്കും. ഭർത്താവ് വീട് പൂട്ടിപ്പോയതിനെ തുടർന്ന് 8 ദിവസമായി ഹസീനയും കുട്ടിയും വീടിന്റെ വരാന്തയിലാണ് അന്തിയുറങ്ങുന്നത്. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഭർത്താവ് തന്നെ മൊഴി ചൊല്ലിയെന്നാണ് ഹസീനയുടെ പരാതി. വിവരങ്ങൾ നൽകാൻ രമ്യ ദാസുണ്ട്. രമ്യ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. 8 ദിവസത്തോളമായി, ഒരാഴ്ചയായി യുവതിയും കുട്ടിയും വീടിന് പുറത്ത്, ഭർത്താവ് ഒരു മൊഴിച്ചൊല്ലിന്റെ പുറത്ത് വീടിൽ നിന്ന് ഇറക്കി വിട്ട് അവർ വീട് പൂട്ടി കടന്നു കളഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും അമൽ, ഏകദേശം 8 ദിവസത്തോളമായി ഹസീനയും 9 വയസ്സുകാരനായ മകനും ഈ വീട്ടുവരാന്തയിലാണ് അന്തിയുറങ്ങുന്നത്. അതായത് ഈ ഹസീന എത്തിയപ്പോൾ, ഭർത്താവ് മൊഴി ചൊല്ലിയതിനെ തുടർന്ന് ഈ ഹസീന എത്തിയപ്പോൾ ഭർത്താവിൻ്റെ പിതാവും മറ്റ് വീട്ടുകാരും ഈ വീട് പൂട്ടിപ്പോകുകയാണ് ഉണ്ടായത്. തുടർന്ന് കഴിഞ്ഞ 8 ദിവസമായി നമ്മൾ ഈ കാണുന്ന വീട്ടുവരാന്തയിലാണ് ഇവർ അന്തിയുറങ്ങുന്നത്. ഇന്നും ഇതുപോലെ തന്നെ ഈ VP സുഹറ കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച് ഇവിടെ എത്തിയപ്പോൾ നാട്ടുകാരൊക്കെ പ്രതിഷേധമെല്ലാം ഉണ്ടാക്കിയിരുന്നു. നിലവിൽ ഇന്ന് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. എന്നിട്ടും ഈ വീട്ടുകാർ വീട് തുറന്നു കൊടുക്കാനോ മറ്റുള്ള സംവിധാനങ്ങൾക്കൊന്നും ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഹസീനയുടെ മാതാവ് ഇപ്പോൾ നമ്മളോട് കൂടിയുണ്ട്. ഇപ്പോൾ നിലവിൽ ഏകദേശം 8 ദിവസമായി ഹസീനയും കുഞ്ഞും ഈ വീട്ടുവരാന്തയിലാണ് കിടന്നുറങ്ങുന്നത്. എന്താണ് ഇപ്പോൾ ഈ വീട്ടുകാർ പറയുന്ന ഒരു നടപടി? വീട്ടുകാരിങ്ങോട്ട് വരുന്നേ ഇല്ല, ഈ ഭാഗത്തേക്ക് ചിന്തിക്കണില്ല, കുട്ടിൻ്റെ ഒരു ഇതൊന്നും നോക്കണില്ല, ഒന്നും ചെയ്യണില്ല. ഞങ്ങൾ സ്വർണം കണ്ടിട്ടില്ല, ഞങ്ങൾ തീരെ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് 2015 ആഗസ്റ്റ് 15 കല്യാണം കഴിഞ്ഞത്. പിന്നെ അന്ന് 2015 3 കൊല്ലം അവിടെ ഇവിടെയും കൂടി ആയിട്ട് നിന്നിക്കണേ. പിന്നെ 2018 പെരുന്നാൾ കൂടാൻ രണ്ടാളും കൂടി അവിടെ വന്ന് പിന്നെ പിറ്റേന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോരേന്ന് പറഞ്ഞ് പോന്നതാണ്. അത് കഴിഞ്ഞേരം 4 കൊല്ലം ഞങ്ങൾ അവിടെ നിന്ന്. ഓള് അന്നേ പറഞ്ഞത് കേസ് കൊടുക്കണ്ട. ഈ 2018 പെരുന്നാളിന് നിങ്ങളുടെ വീട്ടിൽ കൊടുന്നാക്കി മകളേനെ. അതിനുശേഷം പിന്നീട് ഈ ഭർത്താവ് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ലേ മകളേനെ? ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ് ആ ആഴ്ച കഴിഞ്ഞ് പോന്നപ്പം പിന്നെ ഇവര് വീടടച്ചിട്ട് പൂട്ടി. അന്നേ ഉണ്ട് ഇവര് ഈ വീടടച്ച് പൂട്ടുന്ന ഒരു സ്ഥിതി. പിന്നെ ഞങ്ങള് ഇങ്ങനെ ഇവരെ ആൾക്കാരെ വിളിക്കും മധ്യസ്ഥത്തിന്, ഇവര് വരും, തയ്യാറാണില്ല, ഒന്നിനും തയ്യാറാണില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ 2018 മുതൽ ഈ സമീപനമാണ് ഈ വീട്ടുകാരും ഈ ഭർത്താവും പിന്തുടരുന്നത്. പക്ഷെ ഇതിനുശേഷം ഈ മൊഴിച്ചൊല്ലൽ എന്നാണ്ടായത്? അത് ഞങ്ങൾ 2020 ഫറോക്ക് സ്റ്റേഷനിലെ FIR ഇടാൻ വന്നപ്പോഴാണ് ഈ മൊഴി ചൊല്ലിക്കാണ്ട് അവിടെ പള്ളിയിൽ കൊടുത്തച്ചതോ ഞങ്ങൾ അറിയില്ല. പള്ളിക്കാരത് അവിടെ വാങ്ങിച്ചതല്ലാതെ ഞങ്ങൾക്കത് ആർക്കും ഒരു ഇതും കിട്ടിയിട്ടില്ല. ഈ 2018 ഈ മകളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇയാളില്ല? ഒന്നുമില്ല, ഒരു ബന്ധവുമില്ല. ഒരു മോനുണ്ട്, മോനക്ക് വിളിക്കുക ഒന്നും ചെയ്യലില്ല. മോനെ ഒരു സുഖമില്ലായിട്ട് കാണിക്കാനോ ഒന്നിനും കോടതിയിൽ നിന്ന് കാണണ്ട. അപ്പോഴും ഈ മോനൊന്ന് തിരിഞ്ഞു നോക്കുക ഒന്നും ചെയ്യണില്ല. ഇവരെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണത്. ഉപ്പയും ഉമ്മയും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണത്. നിലവിൽ ഇപ്പോൾ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരുന്നു ഇന്ന്. അപ്പോൾ എന്താ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന മറുപടി എന്താ? കാരണം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, വനിതാ കമ്മീഷൻ ഇടപെട്ടിരുന്നു, അതുപോലെ തന്നെ എല്ലാ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അവരുടെ മറുപടി എന്താ? വനിതാ കമ്മീഷൻ ഇവിടെ വന്നീനി. ഓര് വന്നപ്പോൾ ഓർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് ഓര് പറഞ്ഞത്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നല്ല സപ്പോർട്ട് തന്നെ. ഓര് പറഞ്ഞു, മോളെ എനിക്ക് ഇവിടെ നിൽക്കാം, എനിക്കിത് പൊളിച്ച് വേണമെങ്കിൽ കയറാം, ഞങ്ങൾക്ക് ഇതിലുള്ള പൊളിച്ചൊരാളുള്ളതില്ല എന്നാണ് ഓര് പറഞ്ഞത്. ഇപ്പൊ വെള്ളം മോനക്ക് കുടിക്കാൻ വെള്ളം വരെ കിട്ടാതെ എങ്ങനെയാ അപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്? എങ്ങനെയാ ഭക്ഷണം? ഇന്നലെയും ഒരാഴ്ച ആയിപ്പോ ഭക്ഷണം മര്യാദക്ക് ഞങ്ങൾ കഴിച്ചിട്ടില്ല. മര്യാദക്ക് കഴിക്കാതെ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടും, എന്നിട്ട് മോന് പറയുന്നുണ്ട് വെള്ളം കുടിച്ചിട്ട് പള്ളക്കൊരു ജാതിന്ന്. ഇന്നിപ്പോ പനിയും വരുന്നുണ്ട്. അമൽ, ഇപ്പോൾ ഹസീനയുടെ ഉമ്മയാണ് നമ്മളോട് സംസാരിച്ചത്. നമ്മൾ ഇപ്പോൾ ഹസീനയുടെ ഉമ്മയും പറയുന്ന കാരണം 8 ദിവസത്തോളമായി നമ്മൾ കാണുന്ന ഈ വീടിൻ്റെ വരാന്തയിലാണ് ഈ 2 പേര്, അതായത് 9 വയസ്സുകാരനായ മകനും ഈ ഹസീനയും അന്തിയുറങ്ങുന്നത്. ഇവർക്ക് ഭക്ഷണം, വെള്ളം, നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളുണ്ട്. ഇതിനൊന്നും യാതൊരു നിവൃത്തിയുമില്ലാതെ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചാണ് ഇവർ ഇവിടെ കഴിയുന്നത്. പക്ഷേ എന്നാൽ ഇതിൽ ഒരു കാര്യമായിട്ടുള്ള റെസ്പോൺസ് ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവുന്നില്ല. ഈ വിഷയത്തിൽ എന്താണ് ഹസീനയുടെ പ്രതികരണം? ഹസീന, എങ്ങനെയാണ് ഇപ്പോൾ 8 ദിവസത്തോളമായി ഇവിടെ കഴിയുന്നു, എന്താ ഇപ്പോൾ ഈ വീട്ടുകാരുടെ ഒരു നടപടി? യാതൊരു നടപടിയില്ല, ഒന്നും എടുക്കണില്ല. അവരോട് പറഞ്ഞു എന്റെ കാരണം വെച്ചോളി, എന്റെ സ്വർണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവർ കാരണം വെക്കണില്ല, അവരൊന്നും തയ്യാറാവണില്ല. എല്ലാം തന്നെ എന്നെ സ്വീകരിക്കുക, അതൊന്നും തയ്യാറാവണില്ല. 8 പവൻ സ്വർണം അവരോട് ഞാൻ പറഞ്ഞു എന്റെ കയ്യിലുണ്ടെന്ന്. അവരൊന്നും തരൂല എന്നാ പറയണത്. എനിക്ക് എന്റെ ജീവിതത്തിനും വിലയില്ല, എന്റെ സ്വർണത്തിനും വിലയില്ല അവർക്ക്. അപ്പൊ 8 ദിവസത്തോളമായി ഇങ്ങനെ കഴിയുന്നു. എന്താ ഇപ്പൊ സ്റ്റേഷനിലൊക്കെ പോയിരുന്നു, ഇനി എന്താ അടുത്തൊരു നടപടിയിലേക്ക് എന്താ നീങ്ങുന്നത്? എനിക്ക് നീതി കിട്ടണം, അത്രേ ഉള്ളൂ. ഒന്നൊക്കെ ഇതിലൊരു പരിഹാരം കാണും. എന്റെ കുട്ടീന്റെ മദ്രസ് പോയി കൊണ്ട് നിൽക്കുകയാണ്. ഇനി സ്കൂള് തുറന്നാൽ അതും പോവുകയാണ്, വിദ്യാഭ്യാസം ഇല്ലാതാവും.
എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് നീതി കിട്ടണം. ഒരു രംഗത്തേക്ക് വരുന്നില്ല. അവരെ ഒളിച്ച് നിൽക്കുകയാണ് ഭർത്താവ് പറ്റാത്ത കുട്ടികളും. അവർ വിളിക്കുക, അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുക ഒന്നുമില്ല, ഒന്നിനും വരൂല. എൻ്റെ ആങ്ങളാരപ്പം പടഞ്ഞു നിർത്തിക്കാണ്. ആ മകന് ചായ വെള്ളം എന്തെങ്കിലും കൊണ്ടുവരാൻ വരികയാണെങ്കിൽ പറ്റൂല കണ്ട് അവിടുന്ന് ബ്ലോക്ക് ആക്കുക. അമൽ, ഇത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ 8 ദിവസത്തോളമായി ഇവർ കൃത്യമായി തന്നെ ഒന്നും പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള വി പി സുഹറയുണ്ട്. ഇവരാണ് ഇന്ന് ഈ വിഷയം കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ എത്തിയിരുന്നെങ്കിലും ഈ നാട്ടുകാരുടെയൊക്കെ പ്രതിഷേധത്തിൽ തുടങ്ങി ഇവർക്ക് ഇവരെ കാണാനോ അല്ലെങ്കിൽ ഒന്നും സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം അമൽ, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ ഒരു പായിലാണ് ഈ 8 ദിവസത്തോളമായിട്ട് ഇവരിവിടെ കഴിയുന്നത്. കാരണം ഈ അമ്മയും കുഞ്ഞും ഈ രാവും പകലും എല്ലാം കഴിയുന്നത് ഇവിടെയാണ്. കാരണം കൃത്യമായ ഭക്ഷണം, വെള്ളം, അതുപോലെ തന്നെ പ്രാഥമിക കൃത്യങ്ങളെല്ലാം നമുക്ക് നടക്കണം. ഇതൊന്നും നടക്കാതെ അത്രയും കഷ്ടതകൾ സഹിച്ചാണ് ഇവരിവിടെ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ ഇവരെ സ്വർണം വാങ്ങി വെച്ചു. ഇവർ പറയുന്ന പരാതികളുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിന് ഒരു വിലയുമില്ല, കാരണം എൻ്റെ സ്വർണം വാങ്ങി വെച്ചു, അത് തരുന്നില്ല, എന്നാൽ എന്നെ സ്വീകരിക്കുന്നില്ല. ഇവരുടെ ആവശ്യം മുതൽ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യണമെന്നാണ്. ഒന്നിൽ ഇവർ സ്വർണം തരണം, അല്ലെങ്കിൽ ഇവരുടെ കൂടെ ജീവിക്കാൻ ഈ ഭർത്താവ് തയ്യാറാകണം. ഇത് രണ്ടും തയ്യാറാകാതെ വളരെ കഷ്ടതയിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിലും എല്ലാം ഇവർ പരാതിയെല്ലാം കൊടുത്തിരുന്നു. പക്ഷേ ഇതുവരെ ആയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകയായ വി പി സുഹറയുണ്ട്. അവരുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് നോക്കാം. കാരണം ഒരു കാരണം പോലും ഈ പെൺകുട്ടിക്കെതിരെയുള്ള എതിരെയുള്ള ഒരു കാരണം പോലും അവർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ നിയമവിരുദ്ധമാണ്, അത് കോടതി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാനുള്ള ഒരു ഇത് കൊടുത്തത്, ഓർഡർ കൊടുത്തത്. അത് ഗവൺമെന്റ് അല്ല, അത് കോടതി അംഗീകരിച്ചിട്ടില്ല. കാരണം ഒരു കാരണം കാണണ്ടേ. ഒരാളെ എല്ലാ യൗവനവും സൗന്ദര്യവും സമ്പത്തും ഒക്കെ അപഹരിച്ചെടുത്തിട്ട് ഒരു ദിവസം ഒരു കടലാസിൽ എഴുതിയിട്ട് നിന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? ഇതാണോ വിവാഹ ജീവിതം? വളരെ പല സ്വപ്നങ്ങളോടുകൂടിയല്ലേ കടന്നു വരാ. ഒരു കുഞ്ഞുണ്ട്, എന്നിട്ട് അയാൾക്ക് വേറെ പെണ്ണും കൊട്ടി സുഖമായിട്ട് ജീവിക്കാം. ഈ പെണ്ണിനെ ഈ തെരുവിലെറിയാം അല്ലേ? അവൾ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. എത്ര വർഷങ്ങളാണ് യൗവനത്തിന്റെ ഒരു ഭാഗം അങ്ങനെ നഷ്ടപ്പെട്ടു പോകല്ലേ. ഇയാൾക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഇവര് വിളിച്ചിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് ഇവര് പറയുന്നുണ്ട്. ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. ഞാൻ വിളിച്ചിരുന്നു, അവര് നമ്പർ തന്നിട്ട്. ഞാൻ വിളിച്ചപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പള്ളി കമ്മിറ്റിയിൽ ഞാൻ വിളിച്ചു. ഈ മഹല്ല് കമ്മിറ്റികൾ മറുപടി പറയട്ടെ. ഇങ്ങനെയാണോ ഇസ്ലാമിൽ പറഞ്ഞത്? സ്ത്രീകളെ ഇങ്ങനെ നിലത്തിൽ തെരുവിലിറക്കാനാണോ പറഞ്ഞത്? മഹല്ല് കമ്മിറ്റികൾ പറയട്ടെ മറുപടി. എന്താണിത്? വെള്ളരിക്കപ്പെട്ടണോ? കുറച്ചുനാൾ കൂടെ ജീവിക്കുക, എല്ലാം അപഹരിക്കുക, എന്നിട്ട് ഒരു കടലാസിൽ ഇത് എഴുതി അങ്ങോട്ട് അയക്കുക. അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല. ഇനി ഇത് തീർക്കാതെ അവരെ അവകാശപ്പെട്ട അവർ 2 ഡിമാൻഡ്സ് അയച്ചത്. ഒന്നുകിൽ അവരെടുത്ത സാധനങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ അവളെ ഭാര്യയെ സ്വീകരിക്കണം. ഇത് രണ്ടിലൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ആളുകളെ കൊണ്ടുവന്നിട്ട് അടിച്ച് പൊളിച്ചിട്ട് ഇവിടെ കയറ്റിയിരുത്തും, ഉറപ്പാ. കാരണം ഒരു പെൺകുട്ടിൻ്റെ കണ്ണീരാണ് കാണുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? ഒരു ചെറുപ്പക്കാരിയല്ലേ. ഞാൻ അന്ന് കണ്ടതിലും പകുതി മെലിഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടി. എന്ത് സങ്കടാണിത്! ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റുമോ? ആ കുട്ടിന്റെ മാനസികമായ പ്രശ്നം എന്തായിരിക്കും? ആ കുട്ടി ഇതെല്ലാം കാണുന്നില്ലേ? അതൊക്കെ ഇയാൾ മനസ്സിലാക്കണ്ടേ? തീർച്ചയായും. അപ്പോൾ ഇത് തന്നെയാണ് ഇവരും പറയുന്നത്. കാരണം ഒന്നുകിൽ ഈ വീട്ടിൽ ഇവരെ കയറ്റി താമസിക്കാനുള്ള ഒരു സാഹചര്യം വീട്ടുകാർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരിൽ നിന്നും നേടിയെടുത്ത സ്വർണം, അതായത് 8 പവനോളം സ്വർണം ഇവരിൽ നിന്നും നേടിയെടുത്തിട്ടുണ്ട്. ഈ സ്വർണ്ണമെങ്കിലും ഇവർക്ക് തിരിച്ചു നൽകണം. കാരണം അല്ലാതെ യാതൊരു തരത്തിലുള്ള നടപടിക്കും ഇവർ തയ്യാറല്ല. കാരണം ഇതിലേതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായേ തീരൂ എന്ന് തന്നെയാണ് ഇപ്പോൾ ഹസീനയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകയായ വി പി സുഹറയും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അവർക്ക് ഇത്തരത്തിലൊരു സമീപനമാണ് വേണ്ടത്. അല്ലാതെ ഒരു സ്ത്രീയുടെ യൗവനം നൂറ്റിയെടുക്കുന്നു, പണവും സ്വർണവും എല്ലാം അവിടുന്ന് അപഹരിക്കുന്നു, എന്നിട്ട് വഴിയരികിൽ നിഷ്കരണം വഴിയിൽ ഉപേക്ഷിക്കുന്ന ഈ നടപടി തീർച്ചയായും ശരിയല്ല. ഇതിനെതിരെ കൃത്യമായ പ്രതികരണം ഉണ്ടാകും. ഇവർ കൃത്യമായി റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വീട് കുത്തിപ്പൊളിച്ച് കയറി, അതായത് അത്തരത്തിൽ തന്നെയാണ് ഇവർ പ്രതികരണം പറയുന്നത്. ഇതിനകത്തേക്ക് ഈ യുവതിയെ കയറ്റി താമസിപ്പിക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങും തന്നെയാണ് അമൽ പറയുന്നത്. ഭക്ഷണമില്ല, മരുന്നില്ല. 8 ദിവസങ്ങളിലായി വരാന്തയിൽ കഴിയുകയാണ് കുട്ടിയും ഭാര്യയും. വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞൊരു നരാധമനെ പറ്റി പറയുമ്പോൾ അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്, അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ?
തീർച്ചയായും അമൽ, അത്തരത്തിലൊരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം ഇയാൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, ഇവിടെ ഇല്ല, ഇവരുടെ മാതാപിതാക്കൾ മാത്രമാണ് ഈ വീട്ടിലുള്ളതെന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹസീനയോട് തന്നെ നമുക്ക് പ്രതികരണം ചോദിക്കാം. കാരണം ഇയാളിപ്പോൾ ഈ 2018 ശേഷം ഹസീനയെ പറ്റി അന്വേഷിക്കുന്നില്ല എന്ന് ഹസീന പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം മറ്റൊരു കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിലൊരു AP മാലിൽ നിന്ന് നടത്തി കൊടുത്തതാണ്. ഞാൻ APന്റെ ഉസ്താദ് കാന്തമ്പുരി ഉസ്താദിന്റെ അടുത്ത് പോയിനി, അക്കീം ഉസ്താദിന്റെ അടുത്ത്. അവര് പറഞ്ഞ് ഞാൻ ഞങ്ങളെ പോയിനി. അവര് പറഞ്ഞ് ഇതൊക്കെ എൻ്റെ ഒരു കുട്ടികളോട് ഞാൻ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കൂല, എൻ്റെ ഭാവി നഷ്ടപ്പെടുത്തൂല എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ ഓരായിട്ട് എൻ്റെ ഭാവി നഷ്ടപ്പെടുത്തി തന്നത്. എനിക്കിന്റെ ഭാവി പോണേല് ഇതില്ല, ഒന്നിക്ക് എന്റെ സാധനം തരിക, എന്നിട്ട് എന്റെ വീട്ടിലേക്ക് ഇതാക്കുക. അതായത് അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് അല്ലേ? ആണ്, 1.5 വയസ്സായ കുട്ടി ഉണ്ടെന്ന് അത് എല്ലായിടത്തും അയാൾ പറയുന്നുണ്ട്. ഇയാൾ എവിടെയാണെന്നുള്ളതിൽ വ്യക്തത എന്തെങ്കിലും ഉണ്ടോ? പെങ്ങളെ വീട്ടിലാണ്. എവിടെയാ സ്ഥലം എന്നുള്ളത് എന്തെങ്കിലും? പായക്കാട് മുണ്ടുമൊയിലാണ്. അപ്പൊ ഈ കുടുംബവുമായി ഇവർക്ക് ബന്ധമൊന്നുമില്ലേ? കാരണം ഈ വിവാഹത്തിന് ശേഷം ഉണ്ട്, ഇവരെ ഒളിച്ചു നിന്ന് ഞാൻ വരുമ്പോ ഒളിച്ചു നിൽക്കണം ഇവര്. അതായത് ഇവിടെ ഉള്ളത് ഇയാളുടെ മാതാപിതാക്കളാണ്, ഉപ്പയും ഉമ്മയും. അവരിപ്പോ എങ്ങോട്ടാ മാറിയിട്ടുള്ളത്? വല്ലതും അവരും അവിടെ തന്നെ, എല്ലാരും കൂടിയാണ് അവിടെ. അപ്പൊ ഹസീന വന്നതിന് ശേഷം ഇവർ അങ്ങോട്ട് മാറുകയായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ഈ 24ന്റെ ചാനലിൽ കൊടുത്തതിന് ശേഷം ഉപ്പ അങ്ങോട്ട് വരല് തുടങ്ങിയത്. പിറ്റേന്ന് തന്നെ ഒരാൾ വന്നുകൊണ്ട് ചർച്ചക്ക് നിൽക്കണുണ്ടോ, 20 ലക്ഷത്തിന് ഉറപ്പിക്കുന്നുണ്ടോ ചോദിച്ച്. അപ്പൊ പറ്റൂല. ഈ 18 ശേഷം ഹസീന ഇങ്ങോട്ട് വന്നിട്ടില്ല, അപ്പോഴൊക്കെ ഈ നടപടി തന്നെയാണ് ഉണ്ടാവാറ്? തന്നെയാണ് ഉണ്ടാവല്. ഞങ്ങൾ പോവുക, രാത്രി പോവുക, ഇവര് ഇവിടെ വരും, അപ്പൊ ഞങ്ങൾ ഒളിച്ചേക്കും. ഇതന്നെ ഉണ്ടാവിടെ എനിക്ക്. അമൽ, ഇത് തന്നെയാണ് വളരെ വ്യസന സമേതമാണ് നമുക്ക് ഈ വിഷയം പറയാൻ കഴിയുന്നത്. കാരണം ഇവർ കരഞ്ഞുകൊണ്ടാണ്, കാരണം അത്രയ്ക്കധികം സങ്കടങ്ങൾ ഇവരുള്ളിൽ ഒതുക്കിയാണ് ഇത്രയും കാലമായി ജീവിക്കുന്നത്. കാരണം 2018 ശേഷം ഭർത്താവ് ഇവരെയോ കുഞ്ഞിനെയോ തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം ഇത്തരത്തിൽ ഇവരെ ഈ വീട്ടിലേക്കെല്ലാം സമീപിക്കുമ്പോൾ ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരു സമീപനം, ഇവർ പെങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇയാൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിൽ 1.5 വയസ്സായ ഒരു കുട്ടിയുണ്ട്. ഇതിനുശേഷമാണ് ഈ 2018 ഇവരെ നിഷ്കരണം ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യുവതിയുടെ ജീവിതം ഊറ്റിയെടുക്കുന്നു, അവരുടെ സ്വർണം, പണം എല്ലാം അപഹരിക്കുന്നു, എന്നിട്ട് അവരെ നിഷ്കരണം വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഫറൂഖിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എത്രയും വേഗം ഈ കുടുംബം പ്രതികരിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് കഴിയാനുള്ളൊരു സാഹചര്യം, കാരണം ഒന്നുകിൽ ഇവരുടെ സ്വർണം തിരിച്ചു നൽകണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇവർക്ക് സുരക്ഷിതമായി കഴിയാനുള്ള ഒരു അവസരം ഈ വീട്ടുകാർ ഒരുക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. അവൻ ഭർത്താവ് മൊഴി ചെലുക്കിനെ തുടർന്ന് ഫറൂഖിൽ ഭർതൃഗൃഹത്തിൽ ഒരാഴ്ചയെ വരാന്തയിൽ കഴിയുന്ന യുവതിയുടെയും കുട്ടിയുടെയും വാർത്തയാണ് രമ്യാദാസ് നൽകിയത്.